മറ്റു വാർത്തകളിലേക്ക്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം അവസാന ലാപ്പിലേക്ക്. എല്ലാ മുന്നണികളും സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് ഇന്ന് കന്യാകുമാരിയിൽ പ്രചാരണം നടത്തും. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പരമക്കുടിയിലും തൂത്തുക്കുടിയിലും ഇന്നെത്തും. പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ പളനിസ്വാമി ഡെൽറ്റ മേഖലയിലാണ് പര്യടനം തുടരുന്നത്. സൈഫ് സൈൻ ലാബ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു. സൈഫ്, എന്താണ് തമിഴ്നാട്ടിലെ കാഴ്ച? തമിഴ്നാട്ടിൽ കേരളത്തിന്റെ അത്ര ആവേശം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കാണാനില്ല. അജിംസ്, തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളത്തിൽ കാണുമ്പോൾ കൊടിതോരണങ്ങളും അത് അനൗൺസ്മെന്റും മറ്റ് ആവേശവും എല്ലാം കാണാറുണ്ട്. പക്ഷേ ഇവിടെ വൈകുന്നേരങ്ങളിൽ ചില കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുക, സ്ഥാനാർത്ഥികൾ ഇങ്ങനെ റോഡിലൂടെ പര്യടനം നടത്തുക എന്ന രീതിയാണ് കാണുന്നത്. പക്ഷേ ചെന്നൈയിലേക്ക് പോയാൽ, ചെന്നൈ നഗരത്തിലേക്ക് പോയാൽ വലിയ രീതിയിലുള്ള ആരവം ആൾക്കാർക്ക് മുന്നിൽ ഉണ്ട്. നമ്മളിപ്പോഴുള്ളത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ തമിഴക വെട്രി കഴകം നേതാവ് വിജയ് ഇന്ന് ഇവിടെ പര്യടനത്തിന് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 8 മണി വരെയാണ് വിജയുടെ പര്യടനത്തിന് വേണ്ടി ഇവിടെ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് 2.5 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഇവിടത്തേക്ക് കന്യാകുമാരി ടൗണിലേക്കാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം വിജയുടെ പര്യടനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ വിജയുടെ പരിപാടി റദ്ദാക്കിയിരുന്നു. കാരണം വിജയുടെ വാഹനം വരുന്നതിന് പിന്നാലെ, അതിന് തൊട്ട് പിന്നാലെ ആരാധകരുടെ വലിയൊരു വൃന്ദം ബൈക്കിൽ യാത്ര ചെയ്യുകയും അത് വലിയ അപകടം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കടലൂരിലെ വിജയുടെ ഇന്നലത്തെ പര്യടനം റദ്ദാക്കുകയുണ്ടായി. അതിനെ പരിഹസിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ രംഗത്ത് വന്നിരുന്നു. പലരും വിശ്രമിച്ച് അവർ ക്ഷീണിച്ചു പോയി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇന്നലെ പൊതുയോഗത്തിൽ ഉദയനിധി സ്റ്റാലിൻ പറയുകയും ചെയ്തു. എന്തായാലും വിജയുടെ പരിപാടികൾക്ക് ആൾക്കൂട്ടമുണ്ട്. അത് വോട്ടായി മാറുമോ എന്നുള്ളത് അറിയാൻ 4-ാം തീയതി വരെ കാത്തിരിക്കണം. മുഖ്യമന്ത്രി സ്റ്റാലിൻ, എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് DMKയുടെ പ്രചരണ പരിപാടികൾ നടക്കുന്നത്. എം കെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും കനിമൊഴി എംപിയുമാണ് DMKയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ന് തൂത്തുക്കുടി മേഖലയിലാണ് എം കെ സ്റ്റാലിന്റെ പ്രചരണ പരിപാടികളുള്ളത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ പളനിസ്വാമി, അദ്ദേഹം ഡെൽറ്റ മേഖലയിലാണ് ഇന്നലെ ഇന്നും പര്യടനം നടത്തുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ, വ്യവസായവുമായി ബന്ധപ്പെട്ടും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുമെല്ലാം വലിയ വിമർശനങ്ങളാണ് എടപ്പാടി കെ പളനിസ്വാമി സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭരണമാറ്റം വേണം എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. BJPയുടെ സഖ്യമുണ്ട്. അതുപോലെ തന്നെ അണ്ണാമലൈ ഈ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുന്നില്ല. മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട സീറ്റ് നൽകാൻ വേണ്ടി എടപ്പാടി പളനിസ്വാമി തയ്യാറായില്ല. അങ്ങനെയാണ് അദ്ദേഹം മത്സരിക്കാതിരിക്കുന്നത്. പക്ഷേ പ്രചരണ രംഗത്ത് അദ്ദേഹം സജീവമാണ്. അത് കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചരണങ്ങൾ നീളുന്നത്. പിന്നീടുള്ളത് മക്കൾ നീതിമയ്യം നേതാവ് കമൽഹാസൻ അദ്ദേഹത്തിന്റെ DMKയോട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അതിന് കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സീറ്റ് നൽകാൻ വേണ്ടി DMK തയ്യാറായിരുന്നെങ്കിലും അവരുടെ ചിഹ്നത്തിൽ DMKയുടെ ചിഹ്നമായ ഉദയസൂര്യനിൽ മത്സരിക്കണമെന്ന ആവശ്യം സ്റ്റാലിൻ മുന്നോട്ട് വെച്ചു. പക്ഷേ അത് അംഗീകരിക്കാൻ വേണ്ടി കമൽഹാസൻ തയ്യാറായില്ല. പക്ഷേ അവർക്കൊരു സീറ്റും വേണ്ട എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവർ DMKയുടെ മുന്നണിയിൽ ചേർന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. 17 മുതൽ 20 വരെ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ കമൽഹാസനും പര്യടനം നടത്തുന്നുണ്ട്. എന്തായാലും അവസാന ലാപ്പിലേക്ക് പ്രചരണം എത്തിച്ചേരുകയാണ്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണെന്നാണ് സൈഫ് സൈൻ ലാബ്ദീൻ പറയുന്നത്. വിജയ് കന്യാകുമാരിയിലെത്തും പ്രചാരണത്തിന് വേണ്ടി.